ജഡ്ജ്മെന്റ്. ഐ തിങ്ക് അതിന്റെ ലാസ്റ്റ് ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. വായിച്ചൊക്കെ നോക്കണ്ടോ എല്ലാവരും? വായിച്ചു നോക്കി മനസ്സിലാക്കിയില്ലേ? ഓക്കെ, യെസ്. അത്ര വലിയ ബുദ്ധിമുട്ടുള്ള ഭാഗമൊന്നുമല്ല. ഡിസാസ്റ്റർ ഒക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ ഇവിടെ നിന്നാണ് നമുക്ക് ഇനി എടുക്കേണ്ടത്. എമർജൻസി മോർച്ചറി ആണ് നമ്മൾ പറഞ്ഞു. 1-2 പാരഗ്രാഫ് അതിനകത്ത് ചേർത്തൊക്കെ പറഞ്ഞു കഴിഞ്ഞു അല്ലെ? ട്രാഫിക് കൺട്രോൾ എടുക്കണം. അപ്പൊ മോർച്ചറിയിൽ ഒരു എന്താ പറയാ, ഒരു ടെമ്പററി മോർച്ചറി ഹാസ് ടു ബി എസ്റ്റാബ്ലിഷ്ഡ് എന്ന് പറഞ്ഞു. കാരണം സഫീഷ്യന്റ് മോർച്ചറി ഇൻ എ ഹോസ്പിറ്റൽ മേ നോട്ട് ബി അഡക്വേറ്റ്. അവിടെ ഒരു ഹോസ്പിറ്റലിൽ നിലവിലുള്ള മോർച്ചറി ചിലപ്പോ ആവശ്യത്തിന് തികയില്ല. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഡിസാസ്റ്ററിന് സെപ്പറേറ്റ് ഒരു മോർച്ചറി ടെമ്പററി ആയിട്ട് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത് അത്യാവശ്യമായിരിക്കും. ആൻഡ് ആ മോർച്ചറിക്ക് എന്താ പറയാ, നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ അടുത്തുള്ള എന്തെങ്കിലും ബിൽഡിങ്ങോ ഹോളോ എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് അതിന് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ അതിന് ഇനി വേണമെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ടെന്റ് രൂപത്തിലൊക്കെ അല്ലെ, എയർ കണ്ടീഷൻഡ് ടെന്റ് ക്യാൻ ഓൾസോ ബി എസ്റ്റാബ്ലിഷ്ഡ്. ആവശ്യത്തിന് നമുക്ക് അതിനെ പോലെയുള്ള ചില ടെന്റ് ഒക്കെ ഇറക്ട് ചെയ്ത് ഒരു 4 to 6 ഡിഗ്രി സെൽഷ്യസ് ആ ഒരു ടെമ്പറേച്ചർ ഉൾക്കൊള്ളുന്ന രീതിയിൽ. കാരണം ഡെഡ് ബോഡീസ് മേ നോട്ട് ഗെറ്റ് ഡീക്കേഡ്, അത് അഴുകാൻ പാടില്ല. ആ രീതിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഒരു ഡിഗ്രി ഓഫ് ടെമ്പറേച്ചർ ഉൾക്കൊള്ളുന്ന എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള ടെന്റുകൾ നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം, ഇറക്ട് ചെയ്യാം എന്ന് പറഞ്ഞത്. ആൻഡ് അതിന്റെ ലാസ്റ്റ് പാരഗ്രാഫ് പറഞ്ഞിട്ടില്ല കേട്ടോ നമ്മള്. Okay, then a responsible person should be organized or nominated to organize and also supervise the disposal of dead bodies. അവിടെ വരുന്ന ഈ ഡിസാസ്റ്ററിൽ പെട്ട് വരുന്ന ആളുകളിൽ കുറച്ചു പേരൊക്കെ മരിച്ചിട്ടുണ്ടെങ്കിൽ ആ മരിച്ചവരുടെ ഡെഡ് ബോഡീസ് കൊണ്ടുവരുമ്പോ അതിനൊക്കെ ഉള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യാനും അത് സൂപ്പർവൈസ് ചെയ്യാനും ഒക്കെ ഉത്തരവാദിത്തപ്പെട്ട ഒരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു പേഴ്സണ് വേണം. അതുപോലെ തന്നെ ലീഗൽ ക്ലിയറൻസിന് ചിലപ്പോ ചില ലീഗൽ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കും. അപ്പൊ അത് പോലീസിന്റേതായിരിക്കും ആ ലീഗൽ ക്ലിയറൻസ് ഒക്കെ കിട്ടെ. അതുപോലെ തന്നെ ഏതെങ്കിലും പ്രത്യേക അതോറിറ്റീസിൽ നിന്ന്, ഏതെങ്കിലും പ്രത്യേക അധികൃതരിൽ നിന്നൊക്കെ നമുക്ക് ലീഗലായിട്ടുള്ള ക്ലിയറൻസും മറ്റ് പോലീസിന്റേതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഏറ്റവും ആക്ട് ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിൾ പേഴ്സണെ ഷുഡ് ബി നോമിനേറ്റഡ്. അതിനുവേണ്ടി ഒരാളെ നിയമിച്ചു വെച്ചിരിക്കണം. പിന്നെ എന്താ പറയാ, നമുക്ക് അറിയാം ഇങ്ങനെയുള്ള ഡിസാസ്റ്ററിലൊക്കെ പെട്ട് മരിച്ചു വരുന്നവര് മരിച്ചിട്ടാണ് ഹോസ്പിറ്റൽസിൽ എത്തുന്നത്. മരിച്ച ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞാൽ നമുക്കറിയാലോ അതിന്റെ ഒരു ലീഗൽ ഫോർമാലിറ്റി ആണ് പോസ്റ്റ്മോർട്ടംസ് കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഇൻ സച്ച് കേസസ് ഈ പറയുന്ന സാഹചര്യത്തിൽ there will be a large number of എന്താ പറയാ പീപ്പിൾ ദോസ് ഹു ആർ ഡൈഡ്. കുറെ ആളുകൾ ചിലപ്പോ മരിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കാം. അപ്പൊ ആവശ്യത്തിൽ എണ്ണത്തിൽ കൂടുതൽ നമുക്ക് ഈ ഇതിങ്ങനെ വെച്ചുകൊണ്ടിരുന്ന പോസ്റ്റ്മോർട്ടം ഒക്കെ നടക്കുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതിന് വേണ്ടിയിട്ട് ഒരു ലീഗൽ അതോറിറ്റി നിയമപരമായിട്ട് എന്താ പറയാ, ഡിവിഷണൽ കമ്മീഷണർ ഓർ സിറ്റി മജിസ്ട്രേറ്റ് ക്യാൻ വേവ് ദ പോസ്റ്റ്മോർട്ടംസ് എന്ന് പറഞ്ഞത്. എന്ന് വെച്ചാൽ ഡിസാസ്റ്ററിൽ മരിച്ചതാണല്ലോ. അപ്പൊ നമ്മളിപ്പോ ഒരാൾക്ക് എന്തെങ്കിലും പെട്ടെന്ന് വയ്യായിക്കൊന്നു നമ്മൾ വേഗം ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. ഓൺ ദ വേ ആള് മരണപ്പെട്ടു എങ്കിൽ ഹോസ്പിറ്റലിലേക്ക് ചെന്ന് വന്നാലും നമ്മൾ കൺഫർമേഷന് വേണ്ടി ചെല്ലുമ്പോൾ ആള് മരിച്ചിട്ടുണ്ട്. അപ്പൊ ഒബ്വിയസ്ലി ഹോസ്പിറ്റൽ ആളുകൾ അധികൃതർ അതോറിറ്റീസ് പറയുന്നത് എന്താ, പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യണം. ചിലപ്പോൾ അവിടെ തന്നെ ഉണ്ടെങ്കിൽ അവർ ആ ഹോസ്പിറ്റലിൽ തന്നെ ചെയ്യും, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽസിലേക്കാണ് അത് വേറെ സ്ഥലത്തേക്ക് കൊണ്ടുപോകും. അപ്പൊ പോസ്റ്റ്മോർട്ടം കണ്ടക്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള ഡെത്ത് ആണ്. അതേസമയം ഇത്തരം ഡിസാസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടാകുന്ന ഡെത്ത്സ് ആകുമ്പോൾ അത് ഡെഡ് ബോഡീസിന്റെ എണ്ണം കൂടുതലാണെങ്കിലും ഈ പറയുന്ന എല്ലാ ബോഡീസും പോസ്റ്റ്മോർട്ടത്തിന് നമുക്ക് എന്താ പറയാ വിധേയമാക്കേണ്ട ആവശ്യമില്ല. ദ സിറ്റി മജിസ്ട്രേറ്റ് ഓർ ദ ഡിവിഷണൽ കമ്മീഷണർ ഹാവ് ദ റൈറ്റ് ടു വേവ് പോസ്റ്റ്മോർട്ടം. അവർക്ക് എന്ത് ചെയ്യാം, ആ പോസ്റ്റ്മോർട്ടം ഒഴിവാക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അവരുടെ ഒരു സമ്മതം വാങ്ങിച്ചാൽ മതി. ആരുടെ, ഒന്നില്ലെങ്കിൽ ഡിവിഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ സിറ്റി മജിസ്ട്രേറ്റ്. ആ ഒരു സമയത്ത് ആരാണോ ഉള്ളത് അവൈലബിൾ, വേവ് എന്ന് പറഞ്ഞാൽ ഒഴിവാക്കുക അവോയ്ഡ് ആണ് കേട്ടോ. അതായത് നമുക്ക് പോസ്റ്റ്മോർട്ടംസ് വേണമെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ സ്വന്തം ഇഷ്ടത്തിലല്ല, ഹോസ്പിറ്റൽസിന്റെ അധികാരം കൊണ്ടല്ല, ഈ പറയുന്ന ലീഗൽ അതോറിറ്റീസ് കൺഫേം ചെയ്താൽ ഡിവിഷണൽ കമ്മീഷണർ ഓർ സിറ്റി മജിസ്ട്രേറ്റ്. ഇനി ഈ എന്താ പറയാ ഈ വേവർ എന്ന് പറയുന്നത് ഒബ്റ്റൈൻഡ് ബിഫോർ ഡെഡ് ബോഡീസ് എന്താ പറയാ എത്തുന്നതിന് മുമ്പ് തന്നെ ഈ പറയുന്ന ആൾക്കാർ ആര്, ഒന്നില്ലെങ്കിൽ ഡിവിഷണൽ കമ്മീഷണർ അല്ലെങ്കിൽ സിറ്റി മജിസ്ട്രേറ്റ് അവരവിടെ അവൈലബിൾ ആയിരിക്കണം. അവർ വന്ന് നിന്നിട്ട് അവരാണ് നോക്കിയിട്ട് ചെയ്യേണ്ടത് പോസ്റ്റ്മോർട്ടം നടത്തേണ്ട എന്നുള്ള ആ ഒഴിവാക്കലുകൾ നടത്താനുള്ള അവകാശമുള്ളവര്. ആ ഒരു സെന്റൻസ് വൃത്തിയായിട്ട് അങ്ങോട്ട് അണ്ടർലൈൻ ചെയ്യുക. An appropriate legal authority, generally the divisional commissioner or city magistrate, can waive the postmortems in such an eventuality. അത്തരം ഒരു സംഭവങ്ങൾ നടക്കുമ്പോൾ ആ പോസ്റ്റ്മോർട്ടംസ് വേവ് ചെയ്യാനുള്ള അധികാരം ഡിവിഷണൽ കമ്മീഷണർക്ക് അല്ലെങ്കിൽ സിറ്റി മജിസ്ട്രേറ്റർക്ക് ആണ് ഉള്ളത്.
അണ്ടർലൈൻ ചെയ്തോ? ഓക്കെ, നെക്സ്റ്റ് അടുത്തത് എന്താ? ഇനി ട്രാഫിക് കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഡിസാസ്റ്ററിന്റെ സമയത്ത് എന്താണ് ട്രാഫിക് കൺട്രോൾ എങ്ങനെയാണ്? നമുക്കറിയാം, എന്താ പറയാ, any disaster occur, there will be an influx of patients and also as well as other people. കുറെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഹോസ്പിറ്റൽസിലേക്ക് തള്ളി കയറും. അതിനോടൊപ്പം തന്നെ ഈ പറയുന്ന വിക്ടിംസ്, ഇതിന് ഇരയായിട്ടുള്ള ആൾക്കാരുടെയും ഒരു ഒഴുക്ക് ഹോസ്പിറ്റൽസിലേക്ക് ഉണ്ടായിരിക്കും. അപ്പൊ പല രീതിയിലും അവിടുത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള, ഈ ഉദാഹരണത്തിന് ലിഫ്റ്റിലേക്കൊക്കെ കയറാനൊക്കെ ഭയങ്കര തടസ്സമൊക്കെ വരും. കാരണം ഇഷ്ടംപോലെ ആളുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറാനും ലിഫ്റ്റിൽ തള്ളി കയറാനൊക്കെ ഉണ്ടാകും. അപ്പൊ ലിഫ്റ്റ് ഓപ്പറേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് ഒരു മാനേജർ എന്ന് പറഞ്ഞാൽ എന്താ, ഒരാള് അതിന് വേണ്ടിയിട്ട് അത്തരം കാര്യങ്ങൾ ആളുകളെ കയറ്റാനോ അത് നിയന്ത്രിക്കാനൊക്കെ ഒരാൾ എപ്പോഴും അതിനുവേണ്ടി അത് കൺട്രോൾ ചെയ്യാനുണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിലേക്ക്, if the patients have to be moved to any departments like operation theatre, radiology, അങ്ങനെയൊക്കെയുള്ള സ്ഥലത്തേക്കൊക്കെ പേഷ്യൻസിനെ മൂവ് ചെയ്യണമെങ്കിൽ അവിടെയും നമുക്ക് വലിയ തിക്കും തിരക്കൊക്കെ അനുഭവപ്പെടും. സോ ഇറ്റ് ഓൾസോ ഷുഡ് ബി കൺട്രോൾഡ്. അതിന് എന്താ പറയാ, ശരിയായ രീതിയിലുള്ള കൺട്രോൾ വേണം. ചിലപ്പോൾ വേണമെങ്കിൽ നമുക്കൊരു സൈൻ പോസ്റ്റ് ഒക്കെ വെക്കാം, വേണമെങ്കിൽ അവിടെ ഒരു ഇങ്ങനെ ഇന്ന സ്ഥലത്തേക്ക് പിന്നെ പേഷ്യൻസിനെ ഇങ്ങോട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് ഇങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. കാരണം അങ്ങനെ ബോർഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ആളുകളെ അങ്ങോട്ടേക്ക് മൂവ് ചെയ്യാം. ചിലപ്പോൾ ചില ആളുകൾക്ക് അറിയില്ല എവിടേക്ക് പോകേണ്ടത്, ഒരു ദിക്കറിയാതെ ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ എത്ര പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ചില സമയത്ത് പോകുമ്പോൾ വഴി മാറിപ്പോകും അല്ലെ, ചില സ്റ്റെപ്പ് ഇറങ്ങി പോകുമ്പോൾ ചില അല്ലെ, അങ്ങനെയൊക്കെ ഉണ്ടാകുന്നതാണ്. അങ്ങനെ ശരിയുള്ള നോർമൽ സിറ്റുവേഷനിൽ പറ്റുള്ള. അപ്പൊ പിന്നെ എങ്ങനെയാ ഇത്തരം ഡിസാസ്റ്ററിൽ തിക്കും തിരക്കിലും അപ്പൊ സൈൻ പോസ്റ്റുകളൊക്കെ കറക്റ്റ് സ്ഥലത്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി ഈസി ടു കൺട്രോൾ ട്രാഫിക് ഇൻസൈഡ് ദ ഹോസ്പിറ്റൽസ് അറ്റ് ദ ടൈം ഓഫ് ഡിസാസ്റ്റർ. ഇങ്ങനെ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാർ, ലാർജ് നമ്പർ ഓഫ് എന്താ പറയാ ആളുകൾ ഉണ്ടായിരിക്കും. അത് കാണാൻ വരുന്നവരുണ്ടാകും. പിന്നെ എന്താ പറയാ, ഇത് ഒരു ആവശ്യമില്ലാണ്ട് വന്ന പബ്ലിക്. ഈ പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താ, അവിടെ നമ്മൾ വലിയ കാര്യമൊന്നുമല്ല, ഇതിന്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വരുന്നവരായിരിക്കാം, റിലേറ്റീവ്സ്, ഫാമിലി മെമ്പേഴ്സ്. ഓൾ ദീസ് പീപ്പിൾ വിൽ ബി ആങ്ഷ്യസ് ടു നോ വാട്ട് ഈസ് ഹാപ്പനിങ്, വാട്ട് ഹാവ് ഹാപ്പൻഡ് അല്ലെ. ഇതൊക്കെ അറിയാനും കേൾക്കാനൊക്കെ ആൾക്കാര് വന്ന് തിക്ക് തിരക്ക് ക്രൗഡായിരിക്കും ഹോസ്പിറ്റൽസിൽ. അറ്റ് സച്ച് ടൈംസ് ഇങ്ങനെ വരുമ്പോ കൺട്രോൾ വളരെ അത്യാവശ്യമാണ്. ഏതിന്? ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ. ക്ലിയർ ആയോ? ആൻഡ് see if to avoid uncontrolled entry. ഇനി ഇപ്പൊ ഈ കയറുന്ന സ്ഥലത്തൊക്കെ ഭയങ്കര കൺട്രോൾ ഇല്ല, ഭയങ്കര അൺകൺട്രോൾഡ് ആയിട്ടുള്ള പ്രവേശന സ്ഥലമൊക്കെ ആണെങ്കിൽ എന്താ പറയാ, ആളുകളൊക്കെ തമ്മിൽ ഭയങ്കര എന്താ പറയാ ഏറ്റുമുട്ടലുകൾ അല്ലെങ്കിൽ എന്താ പറയാ ചെറിയ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആയിട്ടുള്ള ചില ഇതിനകത്തൊക്കെ വരാൻ സാധ്യത എക്സിറ്റിന്റെ സ്ഥലത്ത്. അതും ഒക്കെ നമുക്ക് ആരെങ്കിലും ഒരു മാൻ ആയിട്ട്, അത് നമ്മൾ തന്നെ കൈകാര്യം ചെയ്യണം. ആരെങ്കിലും ഒക്കെ അതിന് വേണ്ടിയിട്ട് നിയമിച്ച് ആളായിരിക്കും അത് കൺട്രോൾ ചെയ്യേണ്ടത്. മാത്രമല്ല ടു അലൗ ദ അതോറിറ്റീസ്, അവിടെയുള്ള പല എന്താ പറയാ അതോറിറ്റീസ് ഉണ്ടെങ്കിൽ അവർ മാത്രമാണ് അതിന്റെ ബാക്കി കാര്യങ്ങൾ, ഇപ്പൊ കാഷ്വാലിറ്റീസ്, പോലീസ്, അതുപോലെ തന്നെ മറ്റ് റിലീഫ് ആശ്വാസം കൊടുക്കുന്ന കുറെ തൊഴിലാളികൾ, അവരുടെയൊക്കെ അധികാരത്തിൽ അല്ലെങ്കിൽ അവരുടെയൊക്കെ ആ ഒരു അധികാരികളുടെ അനുസരിച്ച് മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകളെ നമ്മളവിടെ നിയമിക്കുക. അത് ആരെങ്കിലും നിയമിക്കുമ്പോൾ ആരെങ്കിലും അല്ല, പുറത്തുനിന്നുള്ള ആളുകളല്ല, ഹോസ്പിറ്റൽസിനകത്തുള്ളതോ അല്ലെങ്കിൽ പോലീസോ അല്ലെങ്കിൽ മറ്റാളുകൾ, റിലീഫിന് വേണ്ടിയിട്ട് സഹായിക്കാനൊക്കെ വന്നിരിക്കുന്ന ഏതെങ്കിലും പ്രൊഫഷണൽസ്, പേഴ്സണൽസ്, ജോലിക്കാരെ അങ്ങനെയൊക്കെ നിയമിച്ച് ഈ പറയുന്ന ചാവോസും അല്ലെങ്കിൽ എന്താ പറയാ ഈ മറ്റ് എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ എൻട്രൻസിലും എക്സിറ്റിലും ഒക്കെ നടക്കണമെങ്കിൽ അതൊക്കെ ഒഴിവാക്കാൻ ഇത്തരം നോമിനേറ്റഡ് പേഴ്സൺസിനെ നിർത്തിയാൽ മതി എന്നാണ് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ സാധാരണ നമ്മൾ ചെയ്യുന്നത് തന്നെ. പക്ഷെ ഇത് ഡിസാസ്റ്റർ വരുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ആക്റ്റീവായിട്ട് നമ്മൾ അവിടെ കണ്ടു വെക്കേണ്ട കാര്യങ്ങളാണ്. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്യേണ്ട സെന്റൻസ് പറയാം. A traffic control chart. A traffic control chart should be available with appropriate sign posting to facilitate internal patient movement to radiology, intensive care, operation theatres and from there to patient wards. അവിടെ വരെ അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. നല്ല ട്രാഫിക് കൺട്രോൾ ചാർട്ട്, അതുപോലെ തന്നെ സൈൻ പോസ്റ്റ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിന്റെ അകത്തുള്ള പേഷ്യന്റുകളെ പല ഡിപ്പാർട്ട്മെന്റിലേക്ക് മൂവ് ചെയ്യാൻ എളുപ്പമായിരിക്കും. കിട്ടിയോ? Then he said sorry, a large number of onlookers, idling public, relatives and family members and people anxious to help crowd the hospital during such times. ഈ സമയത്ത് ഒരുപാട് ആൾക്കാർ സഹായിക്കാനുള്ള മനസ്ഥിതിയുമായിട്ടും കാഴ്ചക്കാരായിട്ടും ഒക്കെ ഇഷ്ടംപോലെ ഹോസ്പിറ്റൽസിൽ വരാൻ സാധ്യതയുണ്ട്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ.
ഏതാ? ഒന്നാമത്തേത് ഇത് സെന്റൻസ് ഇവിടെ എ ട്രാഫിക് കൺട്രോൾ. രണ്ടാമത്തെ സെന്റൻസ് ഫുള്ള്. ആ സെന്റൻസ് പറയുമ്പോൾ ഇച്ചിരി വലുതാണ്. അവിടെ തുടങ്ങി ടു പേഷ്യന്റ് വാർഡ്സ് വരെ കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ വോളണ്ടിയേഴ്സ് ആണ്. ഇനി ട്രാഫിക് കൺട്രോൾ ചെയ്യാൻ ഒക്കെ ആൾക്കാരുണ്ട്, പക്ഷെ എങ്കിലും സ്റ്റിൽ ദർ വിൽ ബി സം ഡിസ്റ്റർബൻസസ് അല്ലെ. ഹോസ്പിറ്റൽ ഡിസാസ്റ്റർ ഒക്കെ ചെയ്ത് ആളുകൾ പേഷ്യൻസ് ഇങ്ങനെ ഒഴുകി വരുമ്പോ തീർച്ചയായിട്ടും എല്ലാത്തിലും നമുക്ക് ആളുകളുടെ അതായത് കൂടുതൽ നിയന്ത്രിക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് പേഴ്സണൽസിന്റെ ജോലിക്കാരുടെ ആവശ്യങ്ങൾ കൂടുതലാണ്. അതോടൊപ്പം തന്നെ അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു കൂട്ടരാണ് വോളണ്ടിയേഴ്സ്, ദോസ് ഹു പാർട്ടിസിപ്പേറ്റ് ടു കൺട്രോൾ ദ ക്രൗഡ്. ഈ കൂടുതൽ എന്താ പറയാ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വോളണ്ടിയേഴ്സിനൊക്കെ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ഓർഗനൈസ്ഡ് ഡിസാസ്റ്റർ പ്ലാനില് നമുക്ക് അറേഞ്ച് ചെയ്യാം അല്ലെ. പക്ഷെ അതും എന്ത് ചെയ്യാൻ പാടില്ല, ഈ പാർട്ടിസിപ്പേഷൻ ഇവരുടെ ഈ ഒരു വോളണ്ടിയേഴ്സ് കുറെ അധികം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. പക്ഷെ ചിലപ്പോ നമ്മളിങ്ങനെ കുറെ ആളുകളില്ലേ, ആവശ്യത്തിലെ എണ്ണത്തിൽ കൂടുതൽ ആളുകളൊക്കെ ഇങ്ങനെ വോളണ്ടിയേഴ്സ് ആയിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോ അത് കൂടുതൽ വഴക്കുകളിലേക്കും ബഹളങ്ങളിലേക്കും ഒക്കെ ആയിരിക്കും പോവുക. മാത്രമല്ല അവർക്ക് ചിലപ്പോ എങ്ങനെ അത് പരിഹരിക്കണം എന്നുള്ള കാര്യത്തിലും നിശ്ചയക്കുറവുണ്ടായിരിക്കും. അപ്പൊ ഒരു ആവറേജ് നമ്പർ ഇത്രയൊക്കെ മതി, ഇത്ര ആളുകള്. അല്ലാണ്ട് കൂടുതൽ ആളുകൾക്ക് വോളണ്ടിയർ ആയിട്ട് നമ്മൾ നീയോ ആയിക്കോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ കൊടുത്തിട്ട് ചില കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പൊ അത് ഒഴിവാക്കാനായിട്ട് ആവശ്യത്തിന് വോളണ്ടിയേഴ്സിന് there has to be an organized plan for participation of volunteers because uncontrolled holding of by volunteers, അതായത് കൺട്രോളിൽ ഇല്ലാത്ത അത്രയും എണ്ണം എംപ്ലോയീസ് വോളണ്ടിയേഴ്സിനെയൊക്കെ നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇറ്റ് മേ ക്രിയേറ്റ് മോർ ചാൻസസ്, കൂടുതൽ പ്രശ്നങ്ങള് തർക്കങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. അത് മാത്രമല്ല അത് പ്രശ്നം പരിഹരിക്കാനും കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പൊ വോളണ്ടിയേഴ്സിന്റെ കാര്യത്തിൽ അങ്ങനെയാണ്. ഒരു ആവശ്യത്തിന് വേണം, അനാവശ്യമായിട്ട് വേണ്ടാന്ന് അത്രേ ഉള്ളൂ കാര്യം. ക്ലിയർ ആയോ? മനസ്സിലായോ? യെസ്. നെക്സ്റ്റ് വൺ പബ്ലിക് റിലേഷൻസ് ആണ്. പബ്ലിക് എന്താ? പബ്ലിക് റിലേഷൻ PR എന്നൊക്കെ കേട്ടില്ലേ നമ്മള് അല്ലെ? റെസ്പോൺസിബിൾ ഓഫീസർ എന്ന് പറയുന്നതാണ് നമ്മൾ ഉൾപ്പെടുത്തേണ്ട മറ്റൊരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ഓഫീസർ ആയിരിക്കണം PR ഓഫീസർ, അല്ലെങ്കിൽ PR ഓഫീസർ കൺട്രോൾ ചെയ്യുന്ന PR ഓഫീസർ. ദാറ്റ് മീൻസ് ദ ഇൻഫർമേഷൻസ് റിഗാർഡിംഗ് കാഷ്വാലിറ്റീസ്, the movement of the patients from one other departments to another and the locations, all these should be available with the officer. ഈ PR ഓഫീസർക്ക് എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും അറിഞ്ഞിരിക്കണം. എവിടേക്കാണ് പേഷ്യൻസിനെ കൊണ്ടുപോയേക്കണേ, എത്ര കാഷ്വാലിറ്റീസ് വന്നു, അവരെ എങ്ങോട്ടൊക്കെ കൊണ്ടുപോയിരിക്കുന്നു, ഏത് ഡിപ്പാർട്ട്മെന്റിലാക്കിയിരിക്കുന്നു, അത് എവിടെയാണ് അതിന്റെ ലൊക്കേഷൻ, ഇങ്ങനെ കാര്യങ്ങളൊക്കെ PR ഓഫീസർ അറിഞ്ഞിരിക്കണം. കാരണം എന്താ? ഇവരോടായിരിക്കും വന്നിട്ട് ആളുകൾ ചോദിക്കുക അല്ലെ, എന്ത് ഈ പല കാര്യങ്ങളെ കുറിച്ചിട്ടും ഡീറ്റെയിൽസ് ചോദിക്കുന്നത് PR ഓഫീസറിനോട്. അപ്പൊ അതുപോലെ ആദ്യം തന്നെ അറിയണം ഈ എന്തൊക്കെ കാഷ്വാലിറ്റീസ് വന്നിട്ടുണ്ട്, അവരെ എങ്ങോട്ടൊക്കെ മൂവ് ചെയ്തിട്ടുണ്ട്, അവരെ ആ ലൊക്കേഷൻ ഏതാണ്, ഇതൊക്കെ ആള് അറിയണം. ആൻഡ് ഓൾസോ ഹി ഷുഡ് കളക്ട് ഇൻഫോർമേഷൻസ്. ഇനി മാത്രമല്ല പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടെങ്കിൽ എന്ന് വെച്ചാൽ ആ കൊണ്ടുവന്നിരുന്ന പേഷ്യൻസിനുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ആള് അറിഞ്ഞിരിക്കണം. ആൻഡ് ഓൾസോ ഷുഡ് ബി കോൺവേഴ്സന്റ് വിത്ത് ദ ലേറ്റസ്റ്റ് സിറ്റുവേഷൻ. ഹോസ്പിറ്റലിന്റെ ഏറ്റവും എന്താ പറയാ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷൻ എന്താണ്, ഇപ്പോഴത്തെ സ്ഥിതി എന്താണ് എന്നുള്ളതിനെ കുറിച്ച് അറിവും ഉണ്ടായിരിക്കണം PR ഓഫീസർ. കോൺവേഴ്സന്റ് എന്ന് പറഞ്ഞാൽ എന്താ? നോളജ്, അറിവ്. ഇപ്പോഴത്തെ സ്ഥിതി ഇങ്ങനെയാണ്, ഇത്രയും പേഷ്യൻസിനെ കൊടുക്കുന്നത് എല്ലാവരും കൺട്രോളബിൾ ആണ്, എല്ലാവരുടെയും ആർക്കും വലിയ സീരിയസ് ഇഷ്യൂസ് ഒന്നുമില്ല, എല്ലാവരെയും നമുക്ക് തിരിച്ച് നമുക്ക് അവരുടെ ജീവനിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്ന് ആരും ഭയക്കേണ്ടതില്ല, ഭീതിപ്പെടേണ്ടതില്ല. ഇങ്ങനെയുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യേണ്ടി വരും നമ്മുടെ PR ഓഫീസർ. അപ്പൊ അതിനനുസരിച്ച് പുള്ളിക്കാരൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഓൾ തിങ്സ് റിഗാർഡിംഗ് ദ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അപ്പൊ തന്നെ കൃത്യമായി അപ്ഡേറ്റ് ചെയ്ത് അറിഞ്ഞ് ഹോസ്പിറ്റലിന്റെ സ്ഥിതിഗതികളും കൂടി മനസ്സിലാക്കി വെക്കേണ്ട ആളാണ് PR ഓഫീസർ എന്ന് പറയുന്നത്. ആൻഡ് ഓൾസോ ഇഫ് ഹി ഹാവ് ടു, ഹി ഈസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് അഡക്വേറ്റ് മെസ്സേജസ്. ഇനി ആൾക്കാർക്ക് ആരെങ്കിലൊക്കെ ചോദിക്കുകയാണെങ്കിൽ അവർക്ക് ആവശ്യമായിട്ടുള്ള മെസ്സേജസ് ചിലപ്പോൾ എന്ത് ചെയ്യേണ്ടി വരും, കൈമാറേണ്ടി വരും. ആൻഡ് ഹി ഈസ് ദ ഓൺലി റെസ്പോൺസിബിൾ പേഴ്സൺ. മാത്രമല്ല അങ്ങോട്ട് തന്നെയാണ് അതിന് എന്താ പറയാ പ്രസ് മീഡിയ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡെയിലി ഇൻഫർമേഷൻസ് അല്ലെങ്കിൽ ബുള്ളറ്റിൻസ് ഒക്കെ to the പബ്ലിക്കിനെ അറിയിക്കാനുള്ള ഇൻഫർമേഷൻസ് ഒക്കെ മീഡിയാസ് വഴിയോ പ്രസ് മീറ്റ് വഴിയോ ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആളാണ് ഇതും പ്രൊവൈഡ് ചെയ്യുന്നത്. PROs ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുക.
ക്ലിയർ ആയോ? അപ്പൊ PROസിന് ആദ്യം തന്നെ അറിവുണ്ടായിരിക്കണം, എന്നിട്ട് ആ ഉള്ള അറിവും കൂടാതെ അപ്ഡേറ്റ് ചെയ്യുന്ന അറിവുകളും അതിന്റെ കയ്യിലുണ്ടായിരിക്കണം. എന്തിനാ? If the public needs any explanation or information, the PROs have to provide. പബ്ലിക്കിന് ആ ഒരു ഇൻഫർമേഷനെ കുറിച്ചിട്ടുള്ള വിശദീകരണമോ അല്ലെങ്കിൽ പല ഇൻഫർമേഷൻസ് അപ്ഡേറ്റ് ചെയ്ത് അറിയാനോ പബ്ലിക്കിന് താല്പര്യമുണ്ടെങ്കിൽ അത് കൊടുക്കുന്നത് PROs തന്നെയാണ്. അത് ഇങ്ങനെ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യണം. പ്രസ്സില് അതുപോലെ മീഡിയാസില് ഒക്കെ ഡെയിലി ബുള്ളറ്റിൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ഇത്തരം ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അറിയാലോ, നമ്മൾ ന്യൂസ് ബുള്ളറ്റിൻ ലൈവായിട്ട് കാണാറില്ലേ, ഇപ്പൊ സമയത്ത് ഇങ്ങനെ നടക്കുന്നു. ഇതൊക്കെ അങ്ങനത്തെ അപ്ഡേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യേണ്ടത് നമ്മുടെ PROs ആണെന്നാണ് പറയുന്നത്. ഓക്കെ. And also the PRO officer is responsible to establish a contact and communication with the civil defense agencies. അപ്പൊ നമ്മുടെ PROs ഇനി അവർക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു കോണ്ടാക്ട്, ഒരു കമ്മ്യൂണിക്കേഷൻ ആരുമായിട്ടായിരിക്കണം? സിവിൽ ഡിഫൻസ് ഏജൻസീസുമായിട്ട് ഉണ്ടായിരിക്കണം. അവരുടെ ഏത് ടൈറ്റില്, ഏത് ഡിഫൻസ് അതോറിറ്റിയില് അവരുടെ പൊസിഷൻ, എവിടെയാണ്, അവരുടെ ലൊക്കേഷൻ ഏതാണ്, അവരുടെ കോണ്ടാക്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇതെല്ലാം തന്നെ കൃത്യമായിട്ട് നമ്മുടെ PRO ഓഫീസർ അറിഞ്ഞിരിക്കണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ്, ഒന്ന് മാർക്ക് ചെയ്യുന്നത്. ഓഫീസർ ആ ഓഫീസർ എന്ന് ഉദ്ദേശിക്കുന്നത് PRO ഓഫീസർ ആണ് കേട്ടോ. The PRO officer will also be responsible to establish contact and communication with the civil defense agencies whose names, titles, location and contact numbers should be available with him. അവരുടെ നമ്പർ, കോണ്ടാക്ട് നമ്പർ അടക്കം ഇവരെവിടെയുള്ളവരാണ്, അതേത് ഏജൻസിയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. എന്നാലേ വേഗം കോണ്ടാക്ട് ചെയ്യാൻ പറ്റുള്ളൂ ഡിസാസ്റ്റർ വരുമ്പോൾ. ക്ലിയർ ആയോ? ഒന്ന് വായിച്ചു നോക്കാമോ? വായിച്ചോ? A responsible officer should underline ചെയ്ത വാക്ക്, sentence underline ചെയ്തില്ലേ? The officer will be responsible to establish. ആ sentence underline ചെയ്യുക. Then ഇവിടെ only this person, only this person ഇല്ല, this person എന്ന് പറയുന്നത് നമ്മുടെ PRO ഓഫീസർ തന്നെയാണ് കേട്ടോ. അവിടെ വീണ്ടും നിങ്ങൾ അത് ചേർത്ത് വായിക്കണം. Only PR officer should be responsible for the release of information to the press and the media and for issue of daily information bulletins for information of the public. Only this person എന്ന് പറഞ്ഞ് പഠിക്കരുത്. നമ്മളുടെ പരീക്ഷയുടെ ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ദിസ് ഒന്നും ഉണ്ടാവില്ല, പകരം അവിടെ പബ്ലിക് റിലേഷൻ ഓഫീസർ ആയിരിക്കും. ഓക്കെ. ഇനി നമുക്കറിയാം ഡിസാസ്റ്റേഴ്സ് ഒക്കെ വിത്തൗട്ട് എനി വാർണിംഗ്, ഒരു വാർണിംഗ് ഒന്നും ഇല്ലാണ്ടാണ് ഡിസാസ്റ്റർ തുടങ്ങുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അല്ലെ, അപ്പൊ ഡിസാസ്റ്ററുകൾ ഇങ്ങനെ ഉണ്ടാകുന്നത് വിത്തൗട്ട് എനി വാർണിംഗ്. വി കനോട്ട് പ്രെഡിക്റ്റ് ദ കമ്മിങ് ഓഫ് ഓർ ദ ഒക്കറൻസ് ഓഫ് എനി ഡിസാസ്റ്റർ. പല തരത്തിലുള്ള ഡിസാസ്റ്ററുകൾ നമുക്ക് നേരത്തെ മുൻകൂട്ടി പ്രവചിക്കാനൊന്നും പറ്റുമെന്ന് വരില്ല, പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ചിലപ്പോ ചിലവരൊക്കെ ഇങ്ങനെ പ്രഡിക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ചിലപ്പോൾ സാധ്യമാകും, ചിലപ്പോൾ ഉണ്ടാവില്ല. പക്ഷെ എങ്കിലും നമുക്ക് എന്താ പറയാ, ഇത്തരം മെഡിക്കൽ കോളേജിൽ ഓക്കെ യെസ്, അപ്പൊ ഇത്തരം ഡിസാസ്റ്റേഴ്സ് ഉണ്ടാകുമ്പോൾ ലാർജ് പോർഷൻ ഒരു ഭയങ്കരമായിട്ടുള്ള എന്താ പറയാ ഒരു ഹ്യൂമൻ ട്രാജഡിയാണ് അവിടെ ഉണ്ടാകുക അല്ലെ. മനുഷ്യന്മാർക്ക് പലതരത്തിലുള്ള ദുരന്തങ്ങള്, ബുദ്ധിമുട്ടുകൾ അവര് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ ഇത് കനോട്ട് ബി, നമ്മൾ പറയും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല, മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന്. പക്ഷെ ഷുഡ് ബി ഡെൽറ്റ് വിത്ത് ദ ഹോസ്പിറ്റൽസ്. ഹോസ്പിറ്റൽസ് അതിനു വേണ്ടി എപ്പോഴും എന്ത് ചെയ്തോളണം, എന്താ പറയാ, ഒരുങ്ങിയിരിക്കണം, പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. മറ്റ് ഹെൽത്ത് കെയർ ഓർഗനൈസേഷൻസും അതുപോലെ തന്നെ. ഹോസ്പിറ്റൽസ് മാത്രമല്ല, ആരോഗ്യ സംരക്ഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബിസിനസ് സ്ഥാപനങ്ങളൊക്കെ അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം,
ഒരുക്കിയിരിക്കണം. അപ്പോ ചിലപ്പോ നമുക്ക് എന്താ പറയാ എന്താ പറയാ വാണ്ടാണെങ്കിൽ നമുക്ക് മുൻകൂട്ടി അറിയുന്ന ചില ദുരന്തങ്ങളാണെങ്കിൽ നേരത്തെ കൂട്ടി നമുക്ക് മുന്നറിയിപ്പുണ്ട്, അങ്ങനത്തെ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, 4 ആംഡ് ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താ, നമുക്ക് മുൻകൂട്ടി തയ്യാറെടുത്ത എല്ലാ ആയുധവും അല്ലെങ്കിൽ എന്ത് രീതിയിൽ നമുക്ക് അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആയുധധാരികളായിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കാം അല്ലെ. 4 വാണ്ട് ആണെങ്കിലും 4 വാണ്ട് എന്ന് പറഞ്ഞാൽ എന്താ, മുന്നറിയിപ്പ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ചിലപ്പോ നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് 4 വാണ്ടായിട്ട് എങ്ങനെയെങ്കിലും ചിലപ്പോൾ ഡിസാസ്റ്ററിനെ സംബന്ധിക്കുന്ന ആളുകൾ വരും. എന്ത് ഈ പറയുന്ന ആൾക്കാര് ഒത്തിരി ഒരു ഹോസ്പിറ്റൽ നിയറസ്റ്റ് ഹോസ്പിറ്റൽ സ്ഥലമില്ല. അപ്പൊ എന്ത് ചെയ്യുന്നു, അതിന്റെ അവിടെ അടുത്ത ഗ്രാമത്തിലോ അല്ലെങ്കിൽ അടുത്ത ടൗണിലോ എവിടെയാണോ ഹോസ്പിറ്റലിലെ ആ ഭാഗത്തേക്ക് ചിലപ്പോ ഇവിടുന്ന് ആൾക്കാരെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, ട്രാൻസ്ഫർ ചെയ്യും അല്ലെ, ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ അത് നമുക്ക് നേരത്തെ വാർണിംഗ് കിട്ടുന്നതാണ്. എന്താ, ഇവിടുന്ന് ഈ ഹോസ്പിറ്റലിൽ നിന്ന് അറിയിക്കട്ടെ, ഇവിടെ കുറച്ച് എന്താ പറയാ ഡിസാസ്റ്ററിൽപ്പെട്ട കുറച്ച് ആൾക്കാർ കൊള്ളുന്നുണ്ട്, ഇവിടെ അതിന് വേണ്ടിയിട്ടുള്ള കൺവീനിയന്റ് ആയിട്ടുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇവർ അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്തു, വാർണിംഗ് കിട്ടി. വാർണിംഗ് കിട്ടി കഴിയുമ്പോൾ വി ക്യാൻ ബി 4 ആംഡ്. നമുക്ക് അവിടെ സന്നദ്ധരായിട്ട് എല്ലാ തരത്തിലുള്ള സാമഗ്രികളുമായിട്ട് സന്നദ്ധരായിട്ട് ഇരിക്കാൻ പറ്റും. പക്ഷെ എല്ലായ്പ്പോഴും അത് സാധിക്കില്ല എന്നാണ് പറയുന്നത്. Therefore, every time the hospital should be prepared. എപ്പോഴും എന്ത് ആ ഒരു ഡിസാസ്റ്റർ സിറ്റുവേഷനെയും നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുന്ന ഒരു ചാൻസ് നമ്മൾ സക്സസ്ഫുള്ളി ഹാവ് ടു ബി പ്രിപ്പയർഡ്. അതിന് നമ്മൾ വിജയകരമായിട്ട് എപ്പോഴും പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം. അപ്പോ ഡിസാസ്റ്ററിന്റെ ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മുഴുവനും ഡിസാസ്റ്ററിൽ എന്തൊക്കെ കാര്യങ്ങളാണ്, ഹൗ ഷുഡ് ബി പ്രിപ്പയർഡ്, എങ്ങനെ നമ്മൾ പ്രിപ്പയർഡ് ആയിട്ടിരിക്കണം എന്നുള്ളത് നമ്മൾ ഓൾറെഡി എല്ലാം കൂടി ഒക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനി അത് തന്നെ വീണ്ടും ഒന്നുകൂടി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവിടെ താഴെ അടുത്ത പേജിൽ എഴുതിയിട്ടുള്ളത് മാത്രമേ ഉള്ളൂ. എന്താ, ഒന്ന് റിവ്യൂ ഓഫ് ദ ലൈക്ലി ഡിസാസ്റ്റർ സിനാരിയോ. എന്താണ് സ്റ്റെപ്സിൽ വരുന്നത്? ഒന്നാമത്തേത് നമ്മള് ആ ഡിസാസ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചില റിവ്യൂസ് അത് മനസ്സിലാക്കുക. എന്തെങ്കിലും പർട്ടിക്കുലർ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോൾ അതിനു മുമ്പ് എങ്ങനെയെങ്കിലൊക്കെ എവിടെയെങ്കിലും ഒക്കെ നടന്നിട്ടുണ്ട്, അതിനെ കുറിച്ച് ഒരു സിനാരിയോ നമ്മൾ കൈവിൽ വെക്കേണ്ടത് അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ടത് നല്ലതായിരിക്കും. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം, നമ്മുടെ ഹോസ്പിറ്റൽസിന്റെ കേപ്പബിലിറ്റീസ്, എന്തൊക്കെ കഴിവുണ്ട് നമ്മുടെ ഹോസ്പിറ്റലിന്, നമുക്ക് ഇവരെയൊക്കെ എന്തെങ്കിലും ഡിസാസ്റ്റർ വന്നാൽ ഇത്രയും പേഷ്യൻസിനെ ഉൾക്കൊള്ളാൻ പറ്റുമോ, അതിന്റെ സ്ട്രെങ്ത്, അതോടൊപ്പം തന്നെ അതിന്റെ വീക്ക്നെസ്സും, നമുക്ക് എന്ത് പോരായ്മയുള്ളത്, പോരായ്മ ഇപ്പൊ എന്ത് ചെയ്യണം, ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, പോരായ്മ എന്ന് പറഞ്ഞു നോക്കിയിരിക്കുകയാണല്ല, ഇന്ന കാര്യങ്ങൾ നമുക്ക് കുറവുണ്ട്. സോ എന്തെങ്കിലും ഇങ്ങനെ ഒരു ഡിസാസ്റ്റർ ഉണ്ടായാൽ ഹൗ വിൽ വി ആക്ട്, അല്ലെങ്കിൽ ഹൗ വിൽ വി ടേക്ക് ആക്ഷൻസ് അഗെയിൻസ്റ്റ് ഇത്, അതിനെതിരെ നമ്മൾ എങ്ങനെ ആക്ഷൻ എടുക്കും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയല്ല. ഇത് നമുക്ക് ഇന്നൊരു കുറവുണ്ടല്ലോ, ആ കുറവ് എങ്ങനെയെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, നികത്താനായിട്ട് നോക്കണം, ആ കുറവ് ഇല്ലാതാക്കാൻ നോക്കണം. അപ്പൊ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും ഒരുപോലെ നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം, ഹോസ്പിറ്റലിന്റെ കേപ്പബിലിറ്റീസും. പിന്നെ ഡിസാസ്റ്റർ കമ്മിറ്റി ഫോം ചെയ്യണം. നമ്മൾ പറഞ്ഞല്ലോ ഡിസാസ്റ്ററിന്റെ കമ്മിറ്റി ഫോം ചെയ്യുന്നുണ്ട്, അത് ഫോം ചെയ്യണം. പിന്നെ പ്രിപ്പയറിംഗ് ഡിസാസ്റ്റർ പ്ലാൻ, ഡിസാസ്റ്ററിന്റെ പ്ലാൻ തയ്യാറാക്കണം. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഒരു ലൈക്ലി ഡിസാസ്റ്റർ സിനാരിയോ നമ്മൾ റിവ്യൂ ചെയ്യണം. ഹോസ്പിറ്റൽ കേപ്പബിലിറ്റീസ്, വീക്ക്നെസ് ആൻഡ് സ്ട്രെങ്ത്, അതിന്റെ ഒരു റിവ്യൂ നമുക്ക് ഉണ്ടായിരിക്കണം. ഡിസാസ്റ്റർ കമ്മിറ്റി ഫോം ചെയ്യണം. ഡിസാസ്റ്റർ പ്ലാൻ നമ്മൾ പ്രിപ്പയർ ചെയ്യണം. ആ ഡിസാസ്റ്റർ പ്ലാനിൽ വാട്ട് എവർ ഷുഡ് ബി ഇൻക്ലൂഡഡ്, എന്തൊക്കെയാണ് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? കമാൻഡ് പോസ്റ്റ് അറ്റ് ഡിസാസ്റ്റർ സൈറ്റ്, കമാൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഗ്രൂപ്പ് അല്ലെങ്കിൽ അതിലൊരു പോസ്റ്റ്, ഡിസാസ്റ്ററിന്റെ സൈറ്റിൽ എന്ത് കാര്യങ്ങളും കമാൻഡ് ചെയ്യാനുള്ള ഒരു കമാൻഡ് പോസ്റ്റ്. പിന്നെ ഡിസാസ്റ്റർ അലേർട്ട്, ഡിസാസ്റ്റർ ജാഗ്രത പാലിക്കാനുള്ള കാര്യങ്ങള്, ട്രയേജ് നടത്താനുള്ളത്, ട്രാൻസ്പോർട്ടേഷൻ ഓഫ് പേഷ്യൻസ്, റിസപ്ഷൻ ഓഫ് കാഷ്വാലിറ്റീസ്, ഹോസ്പിറ്റൽസിലേക്ക് കൊണ്ടുവരുന്ന പേഷ്യൻസിനെ, കാഷ്വാലിറ്റീസ് എമർജൻസീസിനെ റിസീവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, ട്രീറ്റ്മെന്റ് ആൻഡ് മാനേജ്മെന്റ് ഓഫ് പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നതും അവരെ മാനേജ് ചെയ്യുന്നതും, ഹോൾഡിംഗ് ആൻഡ് ടേൺ ഓവർ ഓഫ് പേഷ്യൻസിനെ റീറ്റെയിൻ ചെയ്യണം, അവിടെ തന്നെ നിലനിർത്തണം. അതല്ല ഇനി ടേൺ ഓവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിടാനായിട്ട് വേറെ സ്ഥലത്തേക്കോ അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്ചാർജ് ചെയ്ത് വിടാനോ ഒക്കെ. ഡിസ്പോസൽ ഓഫ് ഡെഡ് ബോഡീസ്, കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം, മെഡിക്കൽ സ്റ്റോഴ്സ് ആൻഡ് സപ്ലൈ, ഇതൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. പിന്നെ ഒരു ഫിസിക്കൽ പ്ലാൻ, മെഷീനറികൾ ആൾട്ടർനേറ്റ് ആയിട്ട് അവിടെ ഉള്ള നിലവിലുള്ള മെഷീനറീസോ പ്ലാന്റോ മറ്റതൊക്കെ ഉണ്ട്. പക്ഷെ അതിന്റെ എന്തെങ്കിലും തരത്തിലുള്ള കേടുപാടോ അല്ലെങ്കിൽ ഫംഗ്ഷനിങ്ങോ ഇല്ലാതെ വന്നു കഴിഞ്ഞാൽ ഒരു നെക്സ്റ്റ് ചോയ്സ് എന്താണ്, അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങള്, ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങള്, വോളണ്ടിയേഴ്സ്, പബ്ലിക് റിലേഷൻസ്, ഇതെല്ലാം നമ്മുടെ ഡിസാസ്റ്റർ പ്ലാനിൽ ഇൻക്ലൂഡ് ആകണം. ഇതൊക്കെ നേരത്തെ കൂട്ടി തീരുമാനിച്ചു ഒക്കെ പ്ലാൻ ആണ് കേട്ടോ. പ്ലാൻ എന്ന് പറയുമ്പോൾ പ്രീ ഡിറ്റർമിൻഡ് ആണ്, നേരത്തെ കൂട്ടി തീരുമാനിക്കുന്നതാണ്. പിന്നെ എന്ത് ചെയ്യണം, പിന്നെ ഒരു റിഹേഴ്സൽ ഓഫ് ദ പ്ലാനിനെ സംബന്ധിക്കുന്ന ചില റിഹേഴ്സൽസ് നടത്തുന്നത് നല്ലതായിരിക്കും. റിഹേഴ്സൽ എന്ന് പറഞ്ഞാൽ അറിയാലോ, റിഹേഴ്സൽ എന്തിനാണ് നടത്തുന്നത്? ഒരു കാര്യം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചില ട്രൈസ് ഒക്കെ ചെയ്യും അല്ലെ.
റിഹേഴ്സൽ നടത്തും. അത് നമ്മളത് പെർഫെക്റ്റ് ആയിട്ട് ശരിയായിട്ട് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് അല്ലെ? യെസ് അതന്നെ. പിന്നെ then and the last one updating the plan. പ്ലാൻ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. ഒരു കൊല്ലം ഡിസാസ്റ്റർ പ്ലാൻ ഒക്കെ ഉണ്ടാക്കി വെച്ചു, ഇത് വെറുതെ ആണല്ലോ, ഇങ്ങനെ ഒരു കാര്യമൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഡിസാസ്റ്റർ ഒന്നും ഒത്ര ഇതില്ല എന്ന് പറഞ്ഞിട്ട് അടുത്ത വർഷത്തേക്ക് നമ്മൾ ആ പ്ലാൻ നടത്താതിരിക്കണോ? അല്ല, പ്ലാനിങ് എല്ലാ വർഷവും അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഡിസാസ്റ്റർ പ്ലാൻ ഷുഡ് ബി റിഹേഴ്സ്ഡ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഒരു റിഹേഴ്സൽ എല്ലാ ഡിസാസ്റ്റർ പ്ലാനിനും നടത്തണമെന്ന്. അത് അറ്റ്ലീസ്റ്റ് ഒരു ട്വൈസ് എ ഇയർ ആണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ, ഒരു വർഷത്തില് 2 പ്രാവശ്യമെങ്കിലും റിഹേഴ്സൽ നടത്തണമെന്ന്. ഡിസാസ്റ്റർ വന്നാൽ ഇപ്പൊ ഡ്രിൽസ് നടത്തുന്ന കാര്യങ്ങൾ നമ്മൾ പറയാറില്ലേ അല്ലെ? പല ആളുകളും പല സ്ഥലങ്ങളിലും ഇപ്പൊ സ്കൂളുകളിലൊക്കെ പോയിട്ട് ഫയർ അങ്ങനെ തീപിടുത്തമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അവിടുത്തെ എങ്ങനെ നമ്മൾ രക്ഷപ്പെടും, അത് നമ്മളവിടെ റിഹേഴ്സലായിട്ട് ചെയ്ത് കാണിച്ചു കൊടുക്കുന്നു. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യം. അതേപോലെ ഹോസ്പിറ്റൽസില് ഡിസാസ്റ്റർ ആയിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി കാഷ്വാലിറ്റീസ് വന്നാൽ ഹൗ ക്യാൻ ബി ആക്ട്, നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യും എന്നുള്ളതിന്റെ റിഹേഴ്സൽ ഹോസ്പിറ്റൽസിൽ നടത്തണം എന്നാണ് പറയുന്നത്. അതിപ്പോ ട്വൈസ് എ ഇയർ ആണ് കേട്ടോ, ഒരു വർഷത്തിൽ 2 പ്രാവശ്യം. അപ്പൊ നമുക്കറിയാം നോ പേഷ്യൻസ്. അപ്പൊ ഇങ്ങനെ റിഹേഴ്സൽ നടക്കുമ്പോൾ അവിടെ കുറെ പേഷ്യൻസ് ഇങ്ങനെ വന്നതും പോണതൊന്നും ഉണ്ടാവില്ല ആ കൗണ്ടറിൽസൊക്കെ. പക്ഷെ എന്തായാലും നമുക്കറിയാം പേഷ്യൻസ് ഉണ്ടാവില്ല അവിടെ, പക്ഷെ നമ്മൾ അതൊരു ആക്ട് ചെയ്ത് നമ്മൾ തന്നെ റിഹേഴ്സൽ ചെയ്തുകൊണ്ടിരിക്കണം. അത് റിയലിസ്റ്റിക് മോഡലിൽ തന്നെ, യാഥാർത്ഥ്യമാകുന്ന രീതിയിൽ തന്നെ. അപ്പോ ദേ ഹാവ് ടു ഇൻക്ലൂഡ് മെഡിക്കൽ സ്റ്റാഫ്സ്. അപ്പൊ അതിനകത്ത് എല്ലാ പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫ്സും അഡ്മിനിസ്ട്രേറ്റർ വിഭാഗവും നഴ്സിംഗ് വിഭാഗത്തിലെ ആളുകളും മറ്റ് ഹോസ്പിറ്റൽ പേഴ്സണൽസ് ഒക്കെ ജോലിക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും ഇൻക്ലൂഡ് ചെയ്ത് തന്നെ റിഹേഴ്സൽസ് ആണ്. തീർച്ചയായിട്ടും ഒരു വർഷത്തിൽ 2 പ്രാവശ്യമെങ്കിലും അത് നടത്തിയിരിക്കണം. അങ്ങനെയെങ്കിലും അത് കാരണം അത് നടത്തുമ്പോൾ നമുക്കൊരു എക്സ്പീരിയൻസ് ആയി, നമ്മൾ ഇന്ന കാര്യം പെട്ടെന്ന് എങ്ങനെ ചെയ്യും, എല്ലാവരും അതെങ്ങനെ ആക്ട് ചെയ്യും എന്ന് അല്ലെ? അത് എല്ലാവരും ചെയ്യണം എന്നുള്ളതാണ്. ചിലപ്പോ എല്ലാ ഹോസ്പിറ്റൽസിലും ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോ ആൻസർ. പക്ഷെ മിക്കവർക്കൊക്കെ ചെയ്യുന്നുണ്ട്, ചില ഹോസ്പിറ്റൽസിൽ ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. കാരണം അത്തരം വലിയ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള വെൽ എക്യുപ്ഡ് ആയിട്ടുള്ള ഹോസ്പിറ്റൽസ് ചിലപ്പോ അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യും. ബിക്കോസ് ഒരു പരിധി വരെ അങ്ങനത്തെ ഹോസ്പിറ്റലുകളിലേക്ക് കൂടുതൽ ഫെസിലിറ്റീസ് ഉള്ള ഹോസ്പിറ്റൽസിലേക്ക് ആയിരിക്കില്ല കുറച്ച് വലിയ എമർജൻസി അത്യാസന്ന നിലയിലുള്ള ആളുകളെ നമ്മൾ എത്തിക്കുക. കാരണം അവരുടെ ലൈഫ് സേവ് ചെയ്യാൻ ചിലപ്പോ നമ്മൾ നിയറസ്റ്റ് ഹോസ്പിറ്റലിൽ മാത്രം ഫെസിലിറ്റീസ് ഒന്നും അധികം ഇല്ലാത്തോടത്ത് കൊണ്ടുപോയിട്ട് കാര്യമില്ല. അങ്ങനെ ആളുകളെ അത്തരം ഫെസിലിറ്റീസ് ഉള്ളടത്ത് കൊണ്ടുപോകുക. അങ്ങനെയുള്ള ഹോസ്പിറ്റൽസ് ഒക്കെ ഒരു ഇടയ്ക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ബേസ്ഡ് ഓൺ ദ റിഹേഴ്സൽസ്, ഈ റിഹേഴ്സൽസിന്റെ അടിസ്ഥാനത്തിൽ ആ പ്ലാൻ എന്ത് ചെയ്യണം, റിവൈസ് ചെയ്യണം. അപ്പൊ നമ്മൾ റിഹേഴ്സൽ നടത്തി, അപ്പൊ നമ്മൾ ഇന്ന ഏതെങ്കിലും ഒരു സ്ഥലം സ്റ്റക്കായി പോയി, എന്താ പറയാ ഫാർമസി, ഇവിടുത്തെ ഫാർമസി ഒക്കെ എല്ലാവരും ഉണ്ടല്ലോ, അപ്പൊ മരുന്ന് കൊണ്ടുവരുന്നത് അതൊക്കെ അവരിങ്ങനെ ആക്ട് ചെയ്യണം പെട്ടെന്ന്. അപ്പൊ മരുന്നിന്റെ വിഭാഗം ചിലപ്പോൾ പെട്ടെന്ന് നിലച്ചു, മരുന്ന് കൃത്യമായിട്ട് ആ പേഷ്യൻസിന്റെ അടുത്തേക്ക് എത്തുന്നില്ല. അപ്പൊ അവിടെ എന്തെങ്കിലും പോരായ്മ കൊണ്ടുണ്ടാകുന്നത് മനസ്സിലാകും. സോ അപ്പൊ എന്ത് ചെയ്യും, ഈ റിഹേഴ്സൽസില് ഫൈൻഡ് ഔട്ട് ദർ ലിമിറ്റേഷൻസ്, ദർ വീക്ക്നെസ്, അവർക്ക് അവരുടെ വീക്ക്നെസ് ലിമിറ്റേഷൻസ് എന്താണെന്ന് മനസ്സിലാകും. അപ്പൊ അതനുസരിച്ച് അപ്ഡേറ്റ്, അവർക്ക് എന്ത് ചെയ്യാം, അപ്ഡേഷൻസ് നടത്താം, മോഡിഫിക്കേഷൻസ് നടത്താം. അത് റിഹേഴ്സലിൽ ഹെൽപ്പ് ചെയ്യും. ക്ലിയർ ആയോ, മനസ്സിലായ? സോ ദാറ്റ് വാസ് ദ എൻഡ് ഓഫ് ദ പാർട്ട്. അപ്പൊ അതാണ് നമ്മളുടെ ആ ഒരു ഭാഗത്തിന് തിരശ്ശീല ഡിസാസ്റ്റർ പ്ലാൻ. ഓക്കെ, അപ്പൊ ആ സെന്റൻസ് ഒന്ന് പറയുന്നത് അണ്ടർലൈൻ ചെയ്യാം. ദ ഡിസാസ്റ്റർ പ്ലാൻ ഷുഡ് ബി റിഹേഴ്സ്ഡ് അറ്റ്ലീസ്റ്റ് ട്വൈസ് എ ഇയർ. വർഷത്തിൽ 2 പ്രാവശ്യം എങ്കിലും എന്നാണ്. എന്നുവെച്ചാൽ കൂടുതൽ ചെയ്താലും കുഴപ്പമില്ല. ആ സെന്റൻസ് അണ്ടർലൈൻ ചെയ്യണം. Then അടുത്തത് സെന്റൻസ് അണ്ടർലൈൻ ചെയ്യേണ്ടത് എന്താ പറയാ, ഇത് കേട്ടോ. The drills should be as realistic as possible. ആ ഡ്രില്ലുകൾ ഡ്രിൽസ് ഒക്കെ നടത്തുമ്പോൾ നോക്കിയേ, ആ സെന്റൻസ് ഫുൾ അണ്ടർലൈൻ ചെയ്യണം. Should be realistic as possible and they should involve the complete medical staff, administrative, nursing and other hospital personnel. Okay. യെസ്, ആ 2 സെന്റൻസുകളും അണ്ടർലൈൻ ചെയ്യണം. പിന്നെ മറ്റേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം എല്ലാം കൂടി ഒരു കൺക്ലൂഷൻ പോലെ ഏറ്റവും അവസാനം ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി എഴുതിയേക്കുന്നത് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? നമ്മൾ ഒരുപാട് കാര്യം പറഞ്ഞില്ലേ, പ്ലാനിങ് തുടങ്ങി അതിന്റെ ലാസ്റ്റ് നമ്മൾ അവസാനം നമ്മളെ പ്ലാനിന്റെ അവസാനമായിട്ട് ആ പ്ലാൻ അപ്ഡേറ്റ് ചെയ്യുന്നത് വരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞില്ലേ, അത് മുഴുവൻ ഇങ്ങനെ ഓരോ പോയിന്റ് വൈസ് ആയിട്ട് നമുക്ക് തന്നിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ഓക്കെ, yes.
ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, യെസ്. സോ ഇനി നമുക്ക് അടുത്ത യെസ്, ഇനി നമുക്ക് എന്റെ ചാപ്റ്റർ ഉണ്ടായിരുന്നുള്ളൂ 6th മൊഡ്യൂളില്. നമുക്ക് എടുക്കാനുള്ളത് 7th മൊഡ്യൂളിൽ നിന്നാണ്. 7th മൊഡ്യൂള് ഇവിടെ വന്നിട്ടുണ്ടോ? ടെക്സ്റ്റ് എടുത്തിട്ടുണ്ടല്ലോ അല്ലെ? ടീച്ചർ തുടങ്ങിയില്ലേ? ആരോ തുടങ്ങിയല്ലോ 7th മൊഡ്യൂൾ ചാപ്റ്റർ? ഇല്ലേ, തുടങ്ങിയില്ലേ ആരും? ഇവിടെ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. 7th മൊഡ്യൂൾ തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ എന്നോട്. അതന്നെ, മിസ് സ്റ്റാർട്ട് ചെയ്തെന്നാണല്ലോ മിസ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അതില്ലെങ്കിൽ പിന്നെ പുതിയത് സ്റ്റാർട്ട് ചെയ്തില്ല, അടുത്ത ആഴ്ച തുടങ്ങുള്ളൂ എന്നാ പറഞ്ഞേ. എന്നോട് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞതുപോലെയാ തോന്നുന്നത്. ഓക്കെ, യെസ്. നമ്മളുടെ അടുത്ത ചാപ്റ്റർ അപ്പൊ 7th മൊഡ്യൂളിൽ നിന്ന് ആണ് 4th ചാപ്റ്റർ ക്ലിനിക്കൽ ഓഡിറ്റ് കേട്ടോ. ക്ലിനിക്കൽ ഓഡിറ്റ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കാനോട്ട്. ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ എടുക്കാം. സിസ്റ്റംസ് നമുക്ക് ഇവിടെ അവൈലബിൾ അല്ല. ഞാൻ വിചാരിച്ചു ഞാനാണ് സാധാരണ അടുത്ത മൊഡ്യൂള് ആദ്യം തുടങ്ങുന്നത്. അപ്പൊ മിസ് ഇന്നലെ ഞാൻ ചോദിക്കുകയും ചെയ്തു വെറുതെ തുടങ്ങി എന്നുള്ള മൊഡ്യൂൾ എടുത്തരുമോ? ഈ ക്ലാസ്സിലേക്ക് ഒന്ന് നമ്മുടെ PG2-ല് ഇവിടെ ഒരു 7th മൊഡ്യൂൾ ഇടണം. ഓക്കെ, ചെയ്യട്ടെ. എന്നിട്ട് നമുക്ക് തുടങ്ങാം. ക്ലിനിക്കൽ ഓഡിറ്റ് ചാപ്റ്റർ 4 ആണ്. പേജ് നമ്പർ അറിയില്ലല്ലോ എനിക്ക്. ക്ലിനിക്കലോഡിറ്റാ അതൊന്നുമല്ല. അല്ല, ഇതിനകത്തുണ്ടാവില്ല. 4ാമത്തെ ചാപ്റ്റർ. അതായിരിക്കും. കൊറിയണ്ടല്ലോ 3ാമത്തായിട്ടുള്ള എത്ര പേര്? കിട്ടിയോ നിങ്ങൾക്ക്? ചാപ്റ്റർ കിട്ടിയോ?
ഓക്കെ, യെസ്, ദാറ്റ് ഈസ് ഫോർത്ത് ചാപ്റ്റർ ആണ് നമ്മളുടെ ക്ലിനിക്കൽ ഓഡിറ്റ്. അടുത്ത മൊഡ്യൂളിലാണ്, ദാറ്റ് മീൻസ് ഏഴാമത്തെ ലാസ്റ്റ് മൊഡ്യൂളിലെ 5, 6, 7 എന്നാണ് നമ്മള് മറ്റേ ഡിപ്ലോമയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് പറയുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5, 6, 7 എന്നോ 1, 2, 3 എന്നോ പറയാം. 1, 2, 3, 4 നമ്മള് മൊഡ്യൂൾസ് ഡിപ്ലോമയിൽ പഠിച്ചു. അതിന്റെ കണ്ടിന്യൂഷൻ ആണല്ലോ, ഒരു ഡിപ്ലോമയുടെ കണ്ടിന്യൂഷൻ ആണ് അതിന്റെ PG എന്ന് പറയുന്നത്. 5, 6, 7 എന്ന നമ്പർ ഇട്ടാലും 1, 2, 3 എന്ന നമ്പർ ഇട്ടാലും കറക്റ്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചാപ്റ്റർ കെട്ടിങ് നോക്കിയാൽ മതി. അത് ചിലപ്പോ പറയും ടീച്ചർ 7th മൊഡ്യൂൾ എന്ന് പറഞ്ഞു, ഞങ്ങൾ ഇത് 3ാമത്തെ മൊഡ്യൂള്. ചില കൺഫ്യൂഷൻസ് അങ്ങനെയൊക്കെ വരുമല്ലോ, അതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകണ്ട, എല്ലാം സെയിം തന്നെ. ചാപ്റ്ററിന്റെ പേരൊന്ന് നോക്കി വെക്കാം. സോ ഓഡിറ്റ്, ക്ലിനിക്കൽ ഓഡിറ്റ്. വാട്ട് യു മീൻ ബൈ ദ ടേം ഓഡിറ്റ്? എന്താണ് ഈ ഓഡിറ്റ് എന്ന് പറഞ്ഞാൽ? ഓഡിറ്റ് എന്ന് കേട്ടിട്ടുണ്ടല്ലോ എല്ലാവരും. കേൾക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം, അല്ലെ? എല്ലാവരും ഓഡിറ്റ് കേട്ടിട്ടുണ്ട്. കൊമേഴ്സ് പഠിച്ചവർ മാത്രമല്ല, അല്ലാതെ തന്നെ നമ്മളുടെ ഡെയിലി ലൈഫിൽ നമുക്ക് ഇടയ്ക്കൊക്കെ ഈ ഓഡിറ്റ് എന്ന് പറയുന്ന പദം നമ്മൾ ചിലപ്പോ യൂസ് ചെയ്തിട്ടുണ്ടായിരിക്കും, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതെ, എന്താണ് അപ്പൊ ഓഡിറ്റ്? ഇപ്പൊ നമുക്കറിയാലോ, നമ്മുടെ അടുത്തൊക്കെ പരിസരത്ത് നമ്മൾ എൻഗേജ്ഡ് ആയിട്ടുള്ള ചില ഗ്രൂപ്പ്സ് ഉണ്ട്. അതുപോലെ എന്താ പറയാ, കുടുംബശ്രീ പോലെയുള്ള ഗ്രൂപ്പുകൾ, അല്ലെ? അങ്ങനത്തെ ഒക്കെ ഗ്രൂപ്പുകളിലും എന്താ പറയാ, അവരും എന്താ പറയാ, അവരുടെ കണക്കുകളും മറ്റു കാര്യങ്ങളൊക്കെ എഴുതി വെക്കുന്നുണ്ട്. അവരുടെ ചെറിയ ചെറിയ സേവിങ്സ്, ആ നിക്ഷേപങ്ങളൊക്കെ ഇങ്ങനെ എഴുതി വെച്ചു. പിന്നെ അവർക്ക് ഏതൊക്കെയോ ലോൺസും ഒക്കെ ഗവൺമെന്റ് വഴിയൊക്കെ പ്രൊവൈഡ് ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങളും കണക്കുകൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്ത് വെക്കും. ഇത് വൺസ് ഇൻ എ ഇയർ, ഏതൊരു വർഷത്തിൽ ഒരിക്കലും അതിന്റെ കണക്കെടുപ്പുകളൊക്കെ എടുത്ത് ഇൻസ്പെക്ട് ചെയ്യും, പരിശോധിക്കുകയൊക്കെ ചെയ്യും, അല്ലെ? അങ്ങനത്തെ പരിശോധനകളാണ്. കണക്കുകളൊക്കെ കറക്റ്റ് ആണോ? കണക്കുകൾ കൈകാര്യം ചെയ്യുന്നത് ഏതെങ്കിലും വ്യക്തികളൊക്കെ ആയിരിക്കുമല്ലോ, അല്ലെ? ഇൻഡിവിജ്വൽസ് ആണ്. അപ്പൊ there may be some mistakes or type of cheating. ചില ആൾക്കാർ അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ തെറ്റുകൾ വരുത്താറൊക്കെ ഇല്ല. അപ്പൊ തെറ്റുകളൊക്കെ ഇല്ലാതെ, അല്ലെങ്കിൽ അത് വരുത്തിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അതൊക്കെ ഇല്ലാതാക്കാനായിട്ട് സഹായിക്കുന്ന ഒരു ഇൻസ്പെക്ഷൻ, അതിനെയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് വിളിക്കുക. അറ്റ് ദ സെയിം ടൈം, അല്ലെങ്കിൽ അറ്റ് ദ സെയിം വേ, ഹോസ്പിറ്റൽസ് ഓൾസോ ഹാവ് ടു ബി ഓഡിറ്റഡ്. ഹോസ്പിറ്റൽസിലെയും പല കാര്യങ്ങളും നമുക്ക് ഓഡിറ്റ് ചെയ്യപ്പെടണം. ഹോസ്പിറ്റലിന്റെ കണക്കുകളാണോ? നമുക്ക് നോക്കാം എന്താണ് ഹോസ്പിറ്റൽസിലെ വരവ് ചെലവ് കണക്ക് ഓഡിറ്റ് ചെയ്യുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്ന് നോക്കാം. ബിഫോർ ദാറ്റ് നമുക്ക് നോക്കാം, the word audit is originated from the Latin verb. ലാറ്റിൻ വെർബ് ആയിട്ടുള്ള, ലാറ്റിൻ ക്രിയ ആയിട്ടുള്ള ഓഡിയോ. ഓഡിയോ എന്ന് വെച്ചാൽ എന്താ? ഓഡിയോ എന്ന് പറഞ്ഞാൽ എന്താ? കേൾക്കുക എന്നാണ് അർത്ഥം, അല്ലെ? അപ്പൊ കേൾക്കുക എന്നുള്ള ഒരു മീനിങ് ഉള്ള, മീനിങ് ടു ഹിയർ. ഹിയർ, കേൾക്കുക എന്നർത്ഥം വരുന്ന ആ ഒരു ലാറ്റിൻ വെർബ് ഓഡിയോ എന്ന് പറയുന്ന പദത്തിൽ നിന്നാണ് ഓഡിറ്റ് എന്ന് പറയുന്ന ആ ഒരു വേർഡ് ഉണ്ടായത്. അത് ഒറിജിനേറ്റ് ചെയ്തത്, ഉത്ഭവിച്ചത് അവിടെ നിന്നാണ്. അപ്പൊ അത് മറക്കണ്ട, ആ ഒരു വേർഡ് എവിടെ നിന്നുണ്ടായി, അതിന്റെ മീനിങ് എന്താണെന്ന് മറക്കണ്ട. എന്താണ് അപ്പൊ അതിന്റെ മീനിങ്? ടു ഹിയർ നമ്മൾ പറഞ്ഞു, കേൾക്കുക. ഓഡിറ്റ് എന്ന് പറഞ്ഞിട്ട് കേൾക്കുകയാണെന്നോ? അതെങ്ങനെ സാധ്യമാകും? അതെ, ഇതൊരു തരം കേൾവി തന്നെയാണ്. ഇൻഡിക്കേറ്റ്സ് ബോത്ത് ആക്റ്റീവ് ലിസണിംഗ് ആൻഡ് ഓൾസോ ദ ആക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്ററോഗേഷൻ ഓഫ് ദ ജുഡീഷ്യറി. എന്ന് പറഞ്ഞാൽ എന്താ? ഇതൊരു ആക്റ്റീവ് ലിസണിംഗ് ആണ്. എന്ന് വെച്ചാൽ നമ്മള് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചു അല്ലെങ്കിൽ പറഞ്ഞു വെക്കുന്നു, അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ച് ആക്റ്റീവായിട്ട് അത് ലിസൺ ചെയ്യുക. ഇനി അതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പരിശോധിക്കാനുണ്ടെങ്കിൽ അത് പരിശോധിക്കുക. ആൻഡ് ഓൾസോ ദ ഇന്ററോഗേഷൻ ഓഫ് ജുഡീഷ്യറി. എന്താണ് ജുഡീഷ്യറിയുടെ എന്തെങ്കിലും അവർ പറയുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ടൊക്കെ മറുപടി പറഞ്ഞു കൊടുക്കുക. അപ്പൊ ആ ജുഡീഷ്യറിയുടെ ചോദ്യം ചെയ്യലും അതുപോലെ അതിന്റെ പരിശോധനയും അത് കൃത്യമായിട്ട് ലിസൺ ചെയ്യുകയും എന്നൊക്കെ ഇതിനർത്ഥമുണ്ട്. നമ്മുടെ ഈ പറയുന്ന ഓഡിറ്റ് എന്ന് പറയുന്ന പദത്തിന് മീനിങ് ഉണ്ട്. അപ്പൊ എന്താണ് ആ ഓഡിറ്റ് എന്ന് പറയുന്നത്? ഇൻഡിക്കേറ്റിംഗ് ബോത്ത് ആക്റ്റീവ് ലിസണിംഗ് ആൻഡ് ആക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്ററോഗേഷൻ ഓഫ് ദ ജുഡീഷ്യറി. ജുഡീഷ്യറിയുടെ ചോദ്യം ചെയ്യല്, അതുപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷൻ, ഒരു പരിശോധന നടത്തല്, ആക്റ്റീവ് ലിസണിംഗ്, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഓഡിറ്റ് എന്ന് പറയുന്ന പദം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമ്മളുടെ സാധാ ഈ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ നമ്മളുടെ ഉപയോഗത്തിന് നമ്മൾ ഇംഗ്ലീഷിൽ ഓഡിറ്റ് എന്ന് പറയുന്ന പദം ഇങ്ങനെയാണ് അതിന് ഒരു ഡെഫിനിഷൻ കൊടുത്തിരിക്കുന്നത്. നമ്മളുടെ ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഓഡിറ്റ് ഈസ് യൂസ്ഡ് ആസ് an official inspection of an organization's accounts typically by an independent body. ഇൻസ്പെക്ഷൻ ആണ് ഏതെങ്കിലും ഒരു ഇൻഡിപെൻഡന്റ് ബോഡിയുടെ ഒരു സ്വയം നിലനിൽക്കുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിന്റെ അവിടുത്തെ ഓർഗനൈസേഷന്റെ അക്കൗണ്ടുകൾ പരിശോധിക്കുക.
അവിടുത്തെ പുസ്തകങ്ങൾ, കണക്ക് പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുക, വിലയിരുത്തുക എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഒഫീഷ്യൽ ആയിട്ടുള്ള ഇൻസ്പെക്ഷൻ, ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിശോധനയാണ് നമ്മൾ ഓഡിറ്റ് എന്ന് വിളിക്കുക. വെറുതെ ചെന്ന് പരിശോധിക്കലല്ല, എത്ര പേജ് ഉണ്ടെന്നോ എന്തൊക്കെയാണ് ഭംഗിയായിട്ട് ഇതൊന്നും നോക്കലല്ല, അത് ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ ആണ്. ആ ഔദ്യോഗികമായിട്ടുള്ള ഒരു പരിശോധനയൊക്കെ നടത്തി അതിന്റെ അക്കൗണ്ടുകളൊക്കെ കൃത്യമായിട്ട് പരിശോധിച്ച് നോക്കുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, ഓഡിറ്റ് എന്ന് വിളിക്കുക എന്ന ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ മീൻ ചെയ്യുന്നു. ക്ലിയർ ആയോ? രണ്ടും തമ്മിൽ മനസ്സിലായോ? മറ്റേത് ലാറ്റിൻ വെർബ് ഓഡിയോയിൽ നിന്നുണ്ടായതാണ്, ഒറിജിനേറ്റ് ചെയ്ത ഓഡിറ്റ് എന്ന് പറയുന്ന പദം ഓഡിയോ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നും അതിന്റെ മീനിങ് ടു ഹിയർ. ആ ഹിയർ എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ എന്തൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്, ആക്ഷൻ ഓഫ് ലിസണിങ്, ആക്ഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇന്ററോഗേഷൻ ഓഫ് ദ ജുഡീഷ്യറി. അതേസമയം ഇംഗ്ലീഷ് വൊക്കാബുലറിയിൽ ഓഡിറ്റിന്റെ മീനിങ് മറ്റൊരു രീതിയിലാണ് എന്നുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഒഫീഷ്യൽ ഇൻസ്പെക്ഷൻ ആണ് ഓഫ് ആൻ ഓർഗനൈസേഷൻസ് അക്കൗണ്ട്സ് ടിപ്പിക്കലി ബൈ ആൻ ഇൻഡിപെൻഡന്റ് ബോഡി. രണ്ടും, അതായത് ആ രണ്ട് വലിയ വലിയ സെന്റൻസ് ആണ്, രണ്ടും അണ്ടർലൈൻ ചെയ്ത് വെക്കാം. മൊത്തം ബ്രാക്കറ്റ് അങ്ങനെ ഇട്ടാ മതി, മൊത്തം ആ ഒരു പാരഗ്രാഫിന്. Okay, then where are the places or situations audit term is used? Audit എന്ന് പറയുന്ന പദം എവിടെയാ ഉപയോഗിക്കുന്നത് സാധാരണഗതിയിൽ? ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിന് വേണ്ടിയിട്ടാണോ? തീർച്ചയായിട്ടും ഇക്കണോമിക്സിലും ബിസിനസ്സിലും ഒക്കെ നമുക്ക് ഓഡിറ്റ് എന്ന് പറയുന്ന പദം പല രീതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. ഇക്കണോമിക്സിൽ എന്ന് പറയുമ്പോൾ നമ്മുടെ സാമ്പത്തിക ഇടപാടുകളൊക്കെ നടത്തുമ്പോഴും ബിസിനസ് സ്ഥാപനങ്ങളിലും ഓർഗനൈസേഷൻസിലും ഒക്കെ നമ്മളുടെ ഈ ഒരു ടേം ഓഡിറ്റ് എന്ന് പറയുന്ന ടേം ഉപയോഗിക്കുന്നുണ്ട്. എന്താണ് ഓഡിറ്റിന്റെ പ്രധാനപ്പെട്ട ആ ഒരു ഇതിന്റെ എയിം എന്താണ്? To ensure that the activities carried out for a purpose are effective and also achievement for the objectives. ഓഡിറ്റ് എന്ന് പറയുന്നത് ഏതൊരു ബിസിനസ് സ്ഥാപനത്തെയും ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ അവര് ഉദ്ദേശിക്കുന്ന അവിടെ എന്തൊക്കെ കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, എന്തൊക്കെ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്, അതൊക്കെ എഫിഷ്യന്റ് ആയിട്ട് ഇഫക്റ്റീവ് ആയിട്ട് നടക്കുന്നുണ്ട് എന്നും അതോടൊപ്പം തന്നെ ഇഫക്റ്റീവ് ആയിട്ട് അവർ ഉദ്ദേശിച്ച ഓർഗനൈസേഷന്റെ ഗോൾസ്, ഒബ്ജക്റ്റീവ്സ് നേടിയെടുക്കാൻ പറ്റുന്നുണ്ടെന്നും ഉറപ്പുവരുത്തൽ കൂടിയാണ് ഈ പറയുന്ന ഓഡിറ്റിംഗ് നടത്തുന്നത്. എന്ന് വെച്ചാൽ ഓഡിറ്റിങ്ങിലൂടെയാണ് നമ്മളുടെ പ്രവർത്തനങ്ങളൊക്കെ ശരിയായ രീതിയിലേക്ക് തന്നെയാണോ പോണേ, അല്ലെങ്കിൽ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടോ, അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും പാളിച്ചകൾ പറ്റിയിരുന്നോ എന്നൊക്കെ ഓഡിറ്റിങ്ങിലൂടെ മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ആ ഒരു ഒബ്ജക്റ്റീവ് നേടിയെടുക്കുക, അതോടൊപ്പം തന്നെ കൂടുതൽ ആക്റ്റീവായിട്ട് ഇഫക്റ്റീവായിട്ട് നമ്മളുടെ ഓർഗനൈസേഷനിലെ പ്രവർത്തനങ്ങൾ ആക്ടിവിറ്റീസ് ക്യാരി ഔട്ട് ചെയ്യുക, ഇതൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഓഡിറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത്. സോ വാട്ട് ഈസ് ദ എയിം ഓഫ് ഓഡിറ്റിംഗ്? ഓഡിറ്റിംഗിന്റെ എയിം എന്ന് പറയുന്നത് ടു എൻഷുർ ദാറ്റ് ആക്ടിവിറ്റീസ് ക്യാരിഡ് ഔട്ട് ഫോർ എ പർപ്പസ് ആർ consistent and effective and also for the achievement of objectives. Objectives നേടിയെടുക്കുക, എഫക്റ്റീവ് ആക്കുക, ആക്ടിവിറ്റീസ് എല്ലാം കൃത്യമായിട്ട് നടക്കുന്നുണ്ടെന്ന് എൻഷുർ ചെയ്യുക. ആ സെന്റൻസും അണ്ടർലൈൻ ചെയ്യുക കേട്ടാ. ഇത് എയിമിംഗ് ടു എൻഷുർ നോക്കാം. അത് എഴുതുമ്പോ നിങ്ങൾ ഓർക്കണം ഏതിനെ കുറിച്ചിട്ടാ പറയുന്നത്. ഓഡിറ്റ് എയിംസ് അല്ലെങ്കിൽ ഓഡിറ്റ് എയിം ടു എൻഷുർ ദാറ്റ് ആക്ടിവിറ്റീസ്. ഓഡിറ്റിനെ കുറിച്ചിട്ടാണ് ആ ടേം എന്നും പറഞ്ഞ് തുടങ്ങിയേക്കണ സെന്റൻസ്. പക്ഷെ നമുക്കത് ഫുള്ളും ആവശ്യമില്ല. ദ ടേം ഓഡിറ്റ് എയിംസ് എന്ന് വേണമെങ്കിൽ അങ്ങനെ ചേർത്താൽ മതി. അതിന്റെ ഇടയിലുള്ളത് വേണമെങ്കിൽ നിങ്ങളത് സ്കിപ്പ് ചെയ്യാം. ദ ടേം ഓഡിറ്റ് ഈസ് ടു എയിം അല്ലെങ്കിൽ ദ ടേം ഓഡിറ്റ് എയിം ഈസ് ടു എൻഷുർ ദാറ്റ് ആക്ടിവിറ്റീസ് ആർ ക്യാരിഡ് ഔട്ട്. അങ്ങനെ ചേർത്ത് വായിക്കണം എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായോ കാര്യം? ഓക്കെ, യെസ്. യെസ്, ദെൻ ഇൻ ക്ലിനിക്കൽ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കൽ ഓഡിറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ ഓഡിറ്റ് എന്ന് പറയും കേട്ടോ. നമ്മൾ പഠിക്കാൻ പോകുന്ന ഹെഡിങ് അതാണല്ലോ, ക്ലിനിക്കൽ ഓഡിറ്റ്. അപ്പൊ ഹോസ്പിറ്റൽസിൽ ക്ലിനിക്കൽ ഓഡിറ്റ് എന്നും അതുപോലെ തന്നെ മെഡിക്കൽ ഓഡിറ്റ് എന്നും ഒക്കെ നമുക്ക് പറയാം. അതെന്തിനു വേണ്ടിയിട്ടാണ്? അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ്, മെഡിക്കൽ ഓഡിറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഇറ്റ് ഈസ് ടു കണ്ടിന്യൂസ്ലി ഇംപ്രൂവ് ദ ക്വാളിറ്റി of the services given by the hospital. ഹോസ്പിറ്റൽസ് കൊടുക്കുന്ന സേവനങ്ങള് അതെന്ത് ചെയ്യാം? അതിന്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഏത് രീതിയിലാണ് പ്രൊവൈഡ് ചെയ്യുന്നത്? ഓഡിറ്റിംഗ് നമുക്ക് മനസ്സിലാവും. ക്വാളിറ്റി ട്രീറ്റ്മെന്റ് ആണോ പ്രൊവൈഡ് ചെയ്യുന്നത്? ആൾക്കാരെ കുത്തിപ്പിഴിഞ്ഞ പൈസ വാങ്ങിക്കുകയാണോ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കുമ്പോ നമ്മുടെ ഓഡിറ്റിംഗ് ഒക്കെ നടത്തുമ്പോൾ മനസ്സിലാക്കാം. അപ്പൊ അങ്ങനെ ഫോക്കസ് ഓൺ ദാറ്റ് പർട്ടിക്കുലർ ഇഷ്യൂ. ഏതെങ്കിലും രീതിയിൽ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ആ പർട്ടിക്കുലർ ഇഷ്യൂവിൽ നമുക്ക് ഫോക്കസ് ചെയ്ത് നമുക്ക് കൂടുതൽ ക്വാളിറ്റി ഹെൽത്ത് കെയർ അല്ലെങ്കിൽ ക്ലിനിക്കൽ പ്രാക്ടീസസ് കണ്ടക്ട് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ദ ഓഡിറ്റ്. അപ്പൊ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്.
നമുക്ക് നമ്മുടെ കൊടുക്കുന്ന സേവനങ്ങളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ നമ്മൾ കുറിച്ച് കൂടുതൽ കാശാണല്ലോ പേഷ്യൻസിലേക്ക് വാങ്ങിക്കണേ, അതിൽ ഫോക്കസ് ചെയ്യാം. അത് വലിയ പ്രശ്നമാണല്ലോ, അതൊരു ഇഷ്യൂ ആണ്. സോ വി ഹാവ് ടു എന്താ പറയാ റെഡ്യൂസ് ദ എമൗണ്ട് കോസ്റ്റ്, പലതിന്റെ ചെലവ് ഇച്ചിരി കുറയ്ക്കണം, അത് നമുക്ക് ഫോക്കസ് ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തീരുമാനങ്ങൾ എടുക്കാൻ എന്ത് ഹെൽപ്പ് ചെയ്യും, നമ്മുടെ ഓഡിറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നു. ആ സെന്റൻസ് ഒന്ന് അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. Clinical or medical audits are part of the continuous quality improvement process that focus on specific issues or aspects of healthcare and clinical practice. Underline ചെയ്തോ? സമയം കളയുണ്ടല്ലോ എന്ന് വിചാരിച്ചാണ് അടുത്ത ചാപ്റ്റർ തുടങ്ങിയത്. ഒരു ക്ലാസ്സിൽ ഒരു പേജെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയാൽ പിന്നെ നമ്മള് അല്ലെങ്കിൽ അറ്റത്തെത്തുമ്പോൾ കുഞ്ഞിനെ വെറുതെ ഓടിയൊക്കെ പോകേണ്ടി വരും. കാരണം ഡിസാസ്റ്റർ പോലെ അത്ര എളുപ്പമായിരിക്കില്ല ചിലപ്പോ ക്ലിനിക്കൽ ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറയുമ്പോൾ ഇച്ചിരി എന്താ പറയാ വേറെ രീതിയിലുള്ള ടോപ്പിക് ആയതുകൊണ്ട് ആ ഡിസാസ്റ്റർ പോയ ആ സ്പീഡിൽ പോകാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇച്ചിരി പതുക്കെ പറയുന്നത്. ഓക്കെ, സോ ക്ലിനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കണ്ടിന്യൂസ് പാർട്ട് ഓഫ് ക്വാളിറ്റി ഇംപ്രൂവ്മെന്റ്. ഈ ക്ലിനിക്കൽ ഓഡിറ്റ് നടത്തുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു ഓഡിറ്റ് നടത്തി അടുത്ത വർഷം വീണ്ടും കഴിഞ്ഞ കൊല്ലം നടത്തിയതല്ലേ ഓഡിറ്റിങ്, അല്ലെങ്കിൽ കഴിഞ്ഞ മാസം നടത്തിയതല്ലേ, അല്ലെങ്കിൽ കഴിഞ്ഞ 6 months മുമ്പ് ഓഡിറ്റിംഗ് നടത്തിയതല്ലേ, പിന്നെ എന്തിന് എന്ന് നമുക്ക് തോന്നും. പക്ഷേ അവിടുത്തെ ക്വാളിറ്റി എന്താ പറയാ സർവീസസ് പ്രൊവൈഡ് ചെയ്യുക, അത് കുറച്ചുകൂടി കൂടുതൽ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുക. പോരായ്മകളൊക്കെ മാറ്റി ഇല്ലാണ്ടാക്കി അത് കൂടുതൽ ഇംപ്രൂവ് ചെയ്തിട്ടുള്ള സർവീസസ് പ്രൊവൈഡ് ചെയ്യുക. അത് തന്നെ സ്റ്റാഫുകളിൽ എവിടെയെങ്കിലൊക്കെ സ്റ്റാഫുകളുടെ പെർഫോമൻസുകളിൽ പോരായ്മകളുണ്ട്. ചില ഹോസ്പിറ്റൽസിലൊക്കെ നമ്മൾ ചിലപ്പോൾ അറിയാം അല്ലെ, ചില ആളുകളുടെ ചില നഴ്സസ് അല്ലെങ്കിൽ മറ്റ് സ്റ്റാഫുകളുടെ ഒക്കെ പെരുമാറ്റം. പക്ഷെ ചിലർ വളരെ നല്ല രീതിയിൽ നമ്മളോട് ബിഹേവ് ചെയ്യും. അപ്പൊ അങ്ങനത്തെ ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ ക്യാൻ ബി ഫൈൻഡ് ഔട്ട് എവിടെ ഇത്തരം രീതിയിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നത് ഓഡിറ്റിങ്ങിലൂടെയാണ്. സോ ഹെൽത്ത് കെയർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ഹോസ്പിറ്റൽസ് ഹാവ് ടു മേക്ക് സച്ച് ഓഡിറ്റിംഗ്സ്. അത് ആവശ്യത്തിന് കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം. സോ എന്തൊക്കെ രീതിയിലാണ് പ്രധാനമായിട്ടും നമ്മളുടെ ഈ ക്ലിനിക്കൽ ഓഡിറ്റ്സ് രണ്ട് രീതിയിലുണ്ട്. ടു നേച്ചർ, രണ്ട് സ്വഭാവ രീതിയുണ്ട് ഈ ഓഡിറ്റിങ്ങിന്. ഒന്ന് റെട്രോസ്പെക്റ്റീവും മറ്റൊന്ന് പ്രോസ്പെക്റ്റീവും ആണ്. റെട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ഇൻ നേച്ചർ. ക്ലിനിക്കൽ ഓഡിറ്റ്സിന് രണ്ട് സ്വഭാവമാണ് ഉള്ളത്. ഒന്ന് റെട്രോസ്പെക്റ്റീവ് നേച്ചർ ഓഫ് ഓഡിറ്റും മറ്റേത് പ്രോസ്പെക്റ്റീവ് ഇൻ നേച്ചർ. എന്താണെന്ന് വെറുതെ അങ്ങനെ പറയാം, കാരണം ഇത് താഴെ അവിടെ പറയുന്നുണ്ട്. റെട്രോസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ വിച്ച് ഇസ് ബേസ്ഡ് ഓൺ ദ പ്രീവിയസ് എക്സ്പീരിയൻസ്, അതായത് ഭൂതകാല അടിസ്ഥാനത്തില്, അതായത് ഭൂതകാല അനുഭവം. നമ്മൾ നേരത്തെ പല കാര്യങ്ങളും നോക്കി മനസ്സിലാക്കി അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓഡിറ്റിംഗ് നടത്താം പഴയതുമായിട്ട് ബന്ധപ്പെട്ട്. അതേസമയം മറ്റേത് പ്രോസ്പെക്റ്റീവ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ടാണ്, വരാനിരിക്കുന്ന കാര്യങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള ഓഡിറ്റിങ്. അതല്ലെങ്കിൽ ഫ്രഷ് ആയിട്ട് നമ്മൾ ആദ്യമായിട്ട് ഫ്രഷ് ആയിട്ട് നേരത്തെ ഇതിനെ കുറിച്ചുള്ള വിലയിരുത്തലുകളോ പഠനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല, അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഒരു തരം രീതിയിലുള്ള നേച്ചർ. അപ്പൊ രണ്ട് നേച്ചറിലും ക്ലിനിക്കൽ ഓഡിറ്റ്സ് നടത്തുന്നുണ്ട്, റെട്രോസ്പെക്റ്റീവും പ്രോസ്പെക്റ്റീവും. അത്രയും മാത്രം നമ്മൾ അറിഞ്ഞിരിക്കുക. അതിന്റെ ബാക്കി ഭാഗം നമ്മൾ ഇനി അടുത്ത ദിവസം കണ്ടിന്യൂ ചെയ്യാം. കാരണം അത് ഇനി ഓടിച്ചിട്ട് പറഞ്ഞാലും നിങ്ങളുടെ തലയിൽ കയറില്ല. അപ്പൊ അത്രയും വരെ ഒന്ന് വായിച്ചൊക്കെ നോക്കുക. 2-3 സെന്റൻസുകൾ നമ്മൾ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട്. ഒപ്പം ഈ ഒരു സെന്റൻസും അണ്ടർലൈൻ ചെയ്ത് ക്ലിനിക്കൽ ഓഡിറ്റ്സ് ആർ ടു ഇൻ നേച്ചർ, രണ്ട് നേച്ചർ ഉണ്ട്, റെട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ്. ആ സെന്റൻസ് കൂടെ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് കേട്ടോ. ഇറ്റ് കുഡ് ബി എന്നാണ് പറയുന്നത്. ഇറ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഓഡിറ്റ് ആണ് കേട്ടോ. ഓഡിറ്റ് കുഡ് ബി റെട്രോസ്പെക്റ്റീവ് ആൻഡ് പ്രോസ്പെക്റ്റീവ് ഇൻ നേച്ചർ. ക്ലിയർ ആയോ? ആ സെന്റൻസ് വരെ നമ്മൾ എടുത്തിട്ടുള്ളൂ. അടുത്ത പേജിലേക്ക് നമ്മൾ പോയിട്ടില്ല. അത്രയും വരെ നന്നായിട്ട് വായിച്ച് വൃത്തിയായിട്ട് വായിച്ച് പഠിച്ചിട്ട് വരാം. ഓക്കെ, സീ യു, ബൈ, താങ്ക് യു.